ആറാട്ടിന്റെ പീക്കിൽ നിൽക്കുക. ആറാടി നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ആറാട്ട് ലൊക്കേഷനില് ലാലേട്ടനായിട്ടുള്ള ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ലാലേട്ടൻ ഇപ്പൊ ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ലാലേട്ടന് ഡാൻസ് കളിക്കുന്നവരൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഹി ടോക്സ് അബൌട്ട് മുദ്രാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഒരുപാട് മുദ്രകളെല്ലാം ചെയ്ത കൈകളല്ലേ അതെന്നൊക്കെ ഇങ്ങനെ പറയും. എസ്പെഷ്യലി ഡാൻസ് സീക്വൻസസിൽ നമ്മളെല്ലാവരും ചേർന്നിട്ടേ ഒരു ഉത്സവം മൂഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ മൂഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി സെറ്റ് സാരിയും പട്ട് സാരിയും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി ലാലേട്ടൻ നല്ല മുണ്ടും വേഷ്ടിയും ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ തന്നെ പറയും നമ്മുടെ അമ്മാവന്റെ മകളുടെ കല്യാണമാണെന്ന് തോന്നുന്നു, അതിന് പോണ പോലെയുണ്ട്, പാടത്തു കൂടെയൊക്കെ ഞങ്ങൾ വരിയായിട്ട് പണ്ടത്തെ പോലെ. അതൊക്കെ എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് എസ്പെഷ്യലി സോങ് ഷൂട്ട് ഞങ്ങളെല്ലാവരും ആസ്വദിച്ച ഒരു ഭാഗമായിരുന്നു. സാധാരണ നമുക്കൊക്കെ നമ്മൾ ലാലേട്ടനെ കാണുമ്പോഴത്തേക്കും ലാലേട്ടൻ വളരെ ഫോർമലായിട്ട് സംസാരിക്കുന്ന, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് സെറ്റിലൊക്കെ ലാലേട്ടൻ ഭയങ്കര കുസൃതിയാണെന്ന്. അങ്ങനെ എന്തെങ്കിലും കുസൃതിത്തരം ചേച്ചിക്ക് ഓർക്കാനുണ്ടോ, പറയാനുണ്ടോ? ലാലേട്ടൻ കുസൃതിയാണോ ചോദിച്ചാൽ കുസൃതിയാണ്. ഇപ്രാവശ്യത്തെ ആറാട്ടിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുപ്രേമനങ്ങളായിരുന്നു ഞങ്ങളെല്ലാവരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് നാളിന് ശേഷം മൂവിയിലേക്ക് തിരിച്ചു വന്ന ഒത്തിരി വയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ ഉള്ള കഥകളാണ് അങ്ങനെ ഫുള്ള്. ലാലേട്ടൻ പോകുന്നു, അടുത്ത് ചെല്ലുന്നു, പേടിപ്പിക്കാൻ പോകുന്ന പോലെ കാണിക്കുന്നു, പിടിക്കാൻ പോകുന്ന പോലെ കാണിക്കുന്നു, അദ്ദേഹത്തിന്റെ ചെറിയ ഡയലോഗ്സ് പറയുന്നു, തിരിച്ച് കൊച്ചുപ്രേമനങ്ങള് പറയുന്നു. അതൊക്കെ വളരെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അവർ എത്ര വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണല്ലേ. അതുപോലെ നന്ദുവേട്ടൻ, ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ പഞ്ചായത്ത് ആ ഗ്യാങ്ങിലുള്ള ആളുകളല്ലേ. അവരൊക്കെ ആയിട്ടുള്ള ആ ഡയലോഗും ആ ഒരു മുഹൂർത്തം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ല അങ്ങനെയല്ല, ഞാനിപ്പോ ഉണ്ണികൃഷ്ണ സാറിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് സാർ പറഞ്ഞു, അതായത് ലാലേട്ടൻ ഇങ്ങനെ ഹോട്ടലിൽ കൂടെ ഒക്കെ വൈകുന്നേരം നടക്കുമ്പോൾ നടക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചോണ്ട്. ആ സ്റ്റെപ്പ് സിനിമയിൽ വേണമെന്ന് പറഞ്ഞു. അവസാനം ആദ്യം മടി പിടിച്ചെങ്കിലും പിന്നെ അവസാനം ആ സ്റ്റെപ്പ് കാണിച്ചു. അത് കാണാൻ വേണ്ടി ഞാൻ വളരെ ശ്രദ്ധിച്ച് സിനിമ കണ്ടോണ്ടിരുന്നു. അത് വേറെ അങ്ങനെയുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ, ഒരു കുസൃതി ഓർമ്മ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ ഒരു ദൂരെ നിന്നിങ്ങനെ നോക്കി പഠിച്ച് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളോടൊക്കെ അദ്ദേഹം ക്ലോസ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ സംഗതി, നമ്മൾ അമ്മ അസോസിയേഷനിലെ പ്രസിഡന്റ് ആണ് അദ്ദേഹം, ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്. വി ഡിസ്കസ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ മീറ്റിംഗ്. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു മൂവി സെറ്റിൽ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒന്ന് ഫ്രീ ആവുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ ഇങ്ങനെ അദ്ദേഹം കാണിക്കുന്ന കുസൃതികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.